ടാറ്റ സ്കൈ നെറ്റ്വർക്കിൽ ഫ്ലവേഴ്സ് TV ലഭ്യമാകാൻ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പറിൽ നിന്നും 56633 എന്ന നമ്പറിലേക്ക് SMS അയക്കുക. SMS അയക്കേണ്ട ഫോർമാറ്റ് @FL TV. രാഗമോഹങ്ങളുടെ സംഗീത വിരുന്നിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട റിച്ചുകുട്ടൻ എത്തുന്നു. വെൽക്കം ഋതുരാജ് ഓൺ സ്റ്റേജ്. ഹലോ, എങ്ങോട്ട് പോവാ? എങ്ങോട്ടും പോകുന്നില്ല. അല്ല, ഇങ്ങോട്ട് വരുന്ന വരവ് കണ്ടപ്പോഴത്തേക്ക് അങ്ങോട്ടങ്ങ് പോവാൻ തോന്നി. എടാ, നീ എന്തോടെ എപ്പോ വന്നാലും ഈ പാന്റിലും നിക്കലും പിടിച്ചോണ്ടിരിക്കണം? നിനക്ക് ഫിറ്റ് ആയിട്ടുള്ള ഒരു പാന്റും ട്രൗസറും ഇല്ലേ? ലൂസ് ആണോടാ? അല്ല. എന്നാലും അവന് അതിന്റെ ഒരു പാടാൻ പോകുന്നതിന് മുമ്പ് അവനൊന്ന് പിടിച്ച് കയറ്റിയൊക്കെ ഇട്ടേ എല്ലാം ഒന്ന് ഫിറ്റ് ചെയ്ത് വെക്കണ്ടേ അല്ലേടേ? ആ, ഏതാടാ? പൊൻവെയിലൂതി ഉരുക്കി മിനുക്കി. ഊതി ഉതുക്കിയ പൊൻവെയിലൂതി ഉരുക്കി മിനുക്കി. അതെങ്ങനെയാ പാട്ട്? പൊൻവെയിലൂതി ഉരുക്കി മിനുക്കി തങ്കത്താലി പൂവാങ്കൂരുമ്മിനും പൂത്താലി രാവിൻ തങ്ക നിലാവിലക്കി എടുത്തു മേഘത്തോടി പുന്നാര പെണ്ണിനും പൂങ്കോടി മുടിയേ ചൂടാ. വേണ്ട, ഞങ്ങൾ ഇനി സർപ്രൈസ് മതി. ചേട്ടാ, കോറസ് ഉണ്ട്. പൊൻവെയിലൂതി കോറസ് ഇല്ലേ? കോറസ് ഇല്ലേ? ഞാൻ പാടും. ഓൾ ദി ബെസ്റ്റ്. ഓൾ ദി ബെസ്റ്റ്. റിച്ചുകുട്ടാ, നീ ഡാൻസ് ചെയ്യുന്നുണ്ടാ? അല്ല പിന്നെ വിളിച്ചോ, ഡാൻസേഴ്സിനെ വിളിച്ചോ, എല്ലാരും വിളിച്ചോ. മിനുക്കി തങ്കത്താലി പൂവാങ്കൂരുമ്മിനും പൂത്താലി രാവിൻ തങ്ക നിലാവിലക്കിയെടുത്തു മേഘക്കോടി പുന്നാര പെണ്ണിനും പൂങ്കോടി മുകിൽ തോൽക്കും മുടിയേ ചൂടാ പൂവന്തി മുല്ല പൂമാല്യം മേടപ്പൊൻവീരോതി ഉരുക്കി മിനുക്കി തങ്കത്താലി
ലക്കിയെടുത്തു മേഘക്കോടി പുന്നാരപ്പെണ്ണിടും പൂങ്കോടി ലക്കിയെടുത്തു മേഘക്കോടി പുന്നാരപ്പെണ്ണിടും പൂങ്കോടി മുകിൽ തോൽക്കും മുടിയിൽ ചൂടാ മൂവന്തി മുല്ലപ്പൂമാല്യം മേടപ്പൊൻവിലൂതി ഉരുക്കി മിനുക്കി തങ്കത്താലി പൂവാങ്കൂരുന്നിനും പൂത്താലി രാവിൻ തങ്കതിലാവിലക്കിയെടുത്തു മേഘക്കോടി പുന്നാരപ്പെണ്ണിനും പൂങ്കോടി പുന്നാരപ്പെണ്ണിനും പൂങ്കോടി. അടി അടി ചക അടി ചക അടി ചക റിച്ചുകുട്ടാ ഓടിവാ. இந்த நொடியில் நீ நான் போதுமே உன்னோடு நானும் கரைய என்னோடு நீயும் கரைய ஒன்றாய் കാതലോട് പോകலாம். എനിക്കൊന്നും പറയാനില്ല. നിന്നെ കുറച്ചു നേരം ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നു. நமக்காக ஜீவிப்போ கொஞ்ச ദൂരം അയ്യോ അവന് ചിരി സഹിക്കാൻ വയ്യ. അവനത് കളിയാക്കി എടുത്തേട്ടാ. പോകോ മോനെ. മക്കളെ, നീ ഇത് വല്ലതും അറിഞ്ഞോണ്ടാണോ ഇവിടെ പാടുന്നത്? പാട്ട് കേട്ടു പാടി അത്ര പാട്ട് കേട്ടു പാടി. ഞാനും കുട്ടനും കൂടി ഇവിടെ സംസാരിക്കായിരുന്നു. കാരണം ഈ പാട്ട് നീ റിഹേഴ്സൽ ചെയ്തപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി നീ നന്നായിട്ട് പാടുന്നുണ്ടായി. കാരണം അതിൻ്റെ സംഗതികളൊക്കെ വളരെ വളരെ പെർഫെക്റ്റ് ആണ്. പിന്നെ ഒരു ശ്രുതിയൊക്കെ അവിടെ ഇവിടെയൊക്കെ ഒരു സംഭവങ്ങളൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് പോയിട്ടുണ്ട്. അതൊന്നും വലിയ പ്രശ്നമൊന്നുമല്ല അനുബലയിൽ. അതൊന്നും ഒരു കാര്യമാക്കണ്ട. പക്ഷെ എങ്കിലും ടോട്ടലി നോക്കുമ്പോഴത്തേക്ക് നീ ഒരു ജീനിയസാണ്. നീ ഒരു വലിയ പ്ലേബാക്ക് സിംഗർ ആകുമോ? അത് നീ ഇപ്പൊ താങ്ക് യു എന്നൊക്കെ പറയുന്ന അത് നീ വെറുതെ ഇങ്ങനെ കൂട്ടത്തിൽ ഒരു വല്ലതും പറയുമ്പോഴത്തേക്ക് നല്ല വാക്കുകൾ പറയുമ്പോഴത്തേക്ക് താങ്ക് യു സാർ എന്ന് പറയുന്ന കൂട്ടത്തിൽ പോകുന്നതന്നേ ഉള്ളൂ. നീ മനസ്സിലാക്കുന്നില്ല നിന്റെ കയ്യിലുള്ള ടാലന്റ്, മോൻ്റെ കയ്യിലുള്ള ടാലന്റ് മോൻ മനസ്സിലാക്കുന്നില്ല. അതിനി ഒരു പ്രായമാകണം. മോനൊരു 12-14 വയസ്സൊക്കെ ആകുമ്പോഴാണ് എനിക്കിങ്ങനെ പാടാൻ സാധിക്കും എന്ന് മനസ്സിലാകുന്ന ഒരു സമയമുണ്ട്. ഇങ്ങനെയൊക്കെ ഞാൻ പാടിയോ എന്നൊക്കെ ഓർക്കുന്നൊരു സമയം, അല്ലെ മനസ്സിലാക്കുന്നൊരു സമയമുണ്ട്. ആ സമയത്താണ് കൂടുതൽ സൂക്ഷിക്കേണ്ടത്. ആ സമയത്ത് നമ്മൾ വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു 6 വർഷം 14 വയസ്സ് തൊട്ട് ഒരു 20 വയസ്സ് വരെ കഷ്ടപ്പെടണം. ക്ലാസിക്കലാണേലും ഹിന്ദുസ്ഥാനി ആണേലും ഏത് കലാരൂപത്തിലാണേലും അതിനകത്ത് യു ഷുഡ് വർക്കൗട്ട് 2 much 3 much
അങ്ങ് അറ്റം വരെ വർക്കൗട്ട് ചെയ്യണം, അൾട്ടിമേറ്റ് വരെ. ഇത് അച്ഛനും അമ്മയും കൂടെ കേൾക്കാൻ വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. കാരണം ഈ ഒരു വയസ്സ് എന്ന് പറയുന്നത് ഇതങ്ങ് പോവും, പെട്ടെന്ന് പോവും. മക്കൾ പാടിപ്പോവും, അച്ഛനും അമ്മയ്ക്കും സുഖമാണ്, കേൾക്കാൻ ഇമ്പമുണ്ട്, ബാക്കിയെല്ലാം ഉണ്ട്. പക്ഷെ ഇവൻ്റെ ഭാവിയുടെ കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത്. അത് മാതാപിതാക്കൾ ഇവരുടെ അച്ഛനും അമ്മയും കൂടെ ശ്രദ്ധിക്കുക. കാരണം ഒരു 14 വയസ്സ് തൊട്ട് 20 വയസ്സ് വരെ ഇവനെ ശരിക്ക് ട്രെയിൻ ചെയ്തിരിക്കണം. അത് നല്ല ഗുരുകുലത്തിൽ നല്ല ഗുരുവിൻ്റെ അടുത്ത് കൊണ്ടുപോയി ഇനി എത്ര ചെലവ് വന്നാലും അതിനെ ബെയർ ചെയ്തുകൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ അടിസ്ഥാനം 20 വയസ്സ് വരെയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ നീ നോക്കണ്ട. പിന്നെ ഒരു 60 വയസ്സിൽ പാട്ട് പഠിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നടക്കത്തൊന്നുമില്ല. അല്ലെങ്കിൽ 40 വയസ്സിൽ പഠിക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഓക്കെ, പഠിക്കാം എന്നേ ഉള്ളൂ. പക്ഷേ ഈ ചെറുപ്രായത്തിൽ 10-21 വയസ്സിനകം നീ കംപ്ലീറ്റ് കയ്യിലിഞ്ഞെടുക്കണം. പഠിക്കുന്ന സാധനം മുഴുവൻ എടുക്കാൻ പറ്റും. നിനക്കൊരു പാട്ട് കേട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് പാടാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് എന്ത് കേട്ടാലും നിനക്ക് എടുക്കാൻ പറ്റും. എടുത്തു കഴിഞ്ഞാൽ നീയാണടാ കൊച്ചു മെലഡി രാജയല്ല, നീയാണ് രാജ. ആരാണ്? രാജാവ്. രാജ, ദ മ്യൂസിക് രാജ. ഓക്കെ, നന്നായിട്ട് പാടി. നന്നായിട്ട് പാടി, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. രാജ രാജാതി രാജനന്ദ രാജ രാജ രാജാതി രാജനന്ദ രാജ രാജ കൂജ പൂജ തൂങ്കാതെ വേറെയെങ്ക് കൂജ. അതാണ് പൂച്ചയോ പൂജ. നീ രാജയും കൂജയും എല്ലാം ആണേ. എനിക്ക് നമ്മുടെ ഈ കണ്ണനെ കാണുമ്പോഴേ അവന്റെ ഒരു ധൈര്യമുണ്ടല്ലോ. അവന് പാട്ടെടുക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ അവന് അറിവിന്റെ ഭാരമില്ല. മാത്രമല്ല ഇങ്ങനെ പാടണം അങ്ങനെ പാടണം എന്നൊക്കെ പ്രിജുഡിസുമില്ല. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ റിച്ചൂട്ടിൽ നിന്ന് പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഞാനങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പം നമുക്ക് ആരുടെ നിന്നും പഠിക്കാം എന്ന് നമുക്ക് ജീവിതത്തെ പഠിപ്പിക്കുന്ന ആളാണ് അവൻ, അല്ലേ കണ്ണാ? അവന് വല്ലതും അറിയില്ല, അവനിതൊന്നും അറിയില്ല, യാതൊന്നും അറിയില്ല. അവനറിയാവുന്നത് അവൻ്റെ അടുത്ത് പാട്ട് പാടാൻ പറഞ്ഞാൽ അവൻ അങ്ങോട്ട് ഇൻവോൾവ് ആയിട്ട് അതിനെ ഫ്ലാറിക്കളയും. ഇന്നാണ് കണ്ടില്ലേ അത്, അതിന്റെ ഫ്രേസിങ് ഈ പാട്ടിൽ കുറെ പുന്നാര പെണ്ണിനും പൂങ്കോടി മുകിൽ തോൽക്കും മുടിയിൽ ചൂടാ പൂവന്നി മുല്ലപ്പൂമായം. എവിടെയാണ് മെലഡിയസ് ആയിട്ട് പാടേണ്ടത്, എവിടെയാണ് റിതമിക് ആയിട്ട് പാടേണ്ടത്, ഇതൊക്കെ അവനങ്ങ് അറിയാം. എന്തോന്നറിയത് ഒന്നും അറിയില്ല, അതാണ് ഇങ്ങനെ പാടാൻ പറ്റും. ഒന്നും അറിയില്ല എന്ന ആ ഭാവമാണ് നമുക്ക് വേണ്ടത്. ഇപ്പൊ ചേട്ടൻ പറഞ്ഞ കാര്യമായിട്ട് ഞാൻ 100% യോജിക്കുന്നുണ്ട്. നീ നാളത്തെ ഒരു വലിയൊരു സംഗീതജ്ഞൻ ആയിരിക്കും, ഒരു സംശയം. മേടപ്പൊൻവിനോദി ഒരുക്കി മിനുക്കി തങ്കത്താലി പൂവാങ്കൂറും പൂത്താലി രാവിൻ തങ്ക നിലാവിലക്കിയെടുത്തു മേഘക്കോടി പുന്നാര പെണ്ണിനും പൂങ്കോടി. എന്റെ മനസ്സ് നിറഞ്ഞുള്ള അനുഗ്രഹമാണ് ഞാൻ റിച്ചൂട്ടിന് എപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ അത് കുറച്ചും കൂടെ ഇപ്പോഴും വന്നിരിക്കുന്നു. ഇതെല്ലാം കൂടെ, എല്ലാ അനുഗ്രഹം കൂടെ നിനക്ക് ഒരുപാട് ഭാരമായി പോകും എൻ്റെ അനുഗ്രഹം. പിന്നെ അനുഗ്രഹം കാരണം ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് റിച്ചുവിന് കേട്ടോ. റിച്ചുവിൻ്റെ ഒരു പടം വരച്ച്, ഒരു ചിത്രം വരച്ച് അയച്ചിട്ടുണ്ട് ദുബായിൽ നിന്ന്. നദീം എന്ന് പറഞ്ഞ ഒരു അങ്കിൾ, റിച്ചുവിൻ്റെ വലിയ ഫാനാ. അതെങ്ങനെ അങ്കിൾ എങ്ങനെ വരച്ചിരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കുത്ത് 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 ഇങ്ങനെ അങ്ങനെ ഒത്തിരി കുത്തുകൾ ഇട്ടിട്ടാണ്. എന്ന് പറഞ്ഞാൽ 10,000-ൽ കൂടുതൽ കുത്തുകൾ കൊണ്ട് വരച്ച ഋതുവിന്റെ ചിത്രമാണ്. കാണണ്ടേ? ആ പക്ഷെ പല്ലൊക്കെ വരച്ചിട്ടുണ്ട് അല്ലേ? പല്ല് ഇത്ര പല്ലുണ്ടോ?
ഇത്തിരി പല്ലുണ്ടോ നിനക്ക്? അന്ന് ഇത്രയും വല്ല അന്നുണ്ടായിരുന്നു, അങ്ങനെ കാണാൻ മാത്രമല്ല. കണ്ടില്ലേ, അങ്കിളുടെ പേര് നദീം മുസ്തഫ എന്നാണ്. താങ്ക് യു നദീം അങ്കിൾ, ഒരുപാട് സ്നേഹമായ നദീം അങ്കിൾ. സൂപ്പർ സൂപ്പർ സൂപ്പർ. അപ്പോൾ പാട്ട് സൂപ്പർ, പെർഫോമൻസ് സൂപ്പർ, ടാലന്റ് സൂപ്പർ, ജീനിയസ് സൂപ്പർ, റിച്ചുവിന്റെ പടവും സൂപ്പർ, എല്ലാം സൂപ്പർ. ഋതു, ഇവരെല്ലാവരും പറഞ്ഞു തീർച്ചയായിട്ടും ഒരു വലിയ പാട്ടുകാരാവുന്ന അല്ലേ? അപ്പൊ പക്ഷെ ആദ്യം ആരാണ് ഡുവറ്റ് പാടിയത് നിന്റെ കൂടെ? കാത്തിരിപ്പൂ കൺമണി. ഒന്നും മറക്കരുത്. മറന്നില്ല. പേടിച്ചുവല്ലോ മനുഷ്യൻ. അല്ല, ഈ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കേട്ടപ്പോ അവന് മറന്നുപോയി. ശ്ശേ. ഇതായിരുന്നു മറ്റേ ആക്ഷൻ പിടിച്ചപ്പോഴേ, മറ്റേത് ഉമ്പിടിയെ പിടിച്ചപ്പോ കോളിഫ്ലവർ പിടിച്ചപ്പോ ഇതേ അയ്യോ, റിയാക്ഷൻ. എനിക്ക് ഒരുപാട് സന്തോഷമായി. താങ്ക് യു ചക്കരക്കുട്ട പൊന്നുകുട്ടു. അതെ, അപ്പൊ അത് ഒന്ന് ഓർമ്മയിരിക്കട്ടെ. ഓക്കെ, ഒരു വലിയ പാട്ടുകാരാവുമ്പോ ഞാനപ്പോ ഒരു അമ്മൂമ്മേനേക്കാൾ പ്രായം കൂടിയിരിക്കും എനിക്ക്. അല്ല ചേച്ചി, എന്താ ചേച്ചില്ലേ? അപ്പൊ അവന് വലിയ പാട്ടുകാരാവുമ്പോ അല്ല അപ്പോഴും ചേച്ചി. അപ്പോഴും എന്റെ കൂടെ ഒരു ഡുവറ്റ് പാടണം കേട്ടോ. നമ്മൾ ഒരുമിച്ച് പാടാം. ആ എന്തു പാടിടാ, അതെയോ ഈ സംഗതിയൊക്കെ ആ ഫീലും. എനിക്ക് തോന്നുന്നു അവര് പറഞ്ഞതുപോലെ ഈ അറിവിന്റെ ഭാരമാണ് ചിലപ്പോ നമ്മള് ഇങ്ങനെ ഒരു ഫൈൻ എന്ത് പറയാം, ഒരു സ്റ്റേജിൽ എത്താൻ നമ്മൾ ഇങ്ങനെ ഒരു ബ്ലോക്കായിരിക്കുന്നത്. നമുക്കറിയാം, പക്ഷെ നമുക്ക് എല്ലാം അറിയാം, അത് പറ്റുന്നില്ലല്ലോ അല്ലേ? നമുക്കറിയുന്നത് നമ്മൾ തമിഴിൽ ഒരു തിരുക്കുറളുണ്ട്, കട്ടത് കൈമണ്ണളവ് കല്ലാതത് ഉലകളവ്. നമുക്കറിഞ്ഞത് ഒരു ചെറിയ കല്ല് പോലെയാണ്, നമുക്ക് தெரியாதത് ഈ ഉലകം പോലാണ് അല്ലേ? അങ്ങനെ എത്രയോ ഉണ്ട് നമുക്കറിയാം അല്ലേ? സോ നമുക്ക് ഒന്നും അറിഞ്ഞുകൂടാന്ന് നമ്മൾ അങ്ങനത്തെ ഒരു ഭാവത്തിലിരിക്കുമ്പോൾ നമ്മൾ സ്വയം നമ്മുടെ ഉള്ളിലുള്ള ആ ഭഗവാനാണ് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഋത്തുവിനെ പോലെ ഋത്തുവിന്റെ ഉള്ളിൽ നിന്ന് ഒരു ദൈവമാണ് പാടുന്നത് എപ്പോഴും അല്ലേ? അപ്പോ ആ ദൈവത്തിനെ ഞാൻ നമിക്കുന്നു. ഒരുപാട് അഭിമാനമുണ്ട് ഋതു എന്ന് പറഞ്ഞ കേട്ടോ. അങ്ങനെ തന്നെ ഈവൻ വെൻ യു ബിക്കം ബിഗ്, ആ ഭാവത്തോട് തന്നെ എപ്പോഴും പാടണം. നമ്മൾ എത്ര പഠിച്ചാലും നമുക്ക് പഠിക്കുന്നത് എത്രയോ ഉണ്ട് അല്ലേ? നമുക്ക് എക്സോസ്റ്റ് ചെയ്യാൻ പാടേയില്ല. അപ്പൊ നമുക്കൊന്നും അറിഞ്ഞില്ല, നമ്മൾ പഠിച്ചാലും നമുക്കൊന്നും അറിയില്ല. എല്ലാം ആ ഭഗവാൻ ചെയ്യുന്ന നമ്മൾ വിടണം. അതാണ് ഏറ്റവും ഹൈ പോയിന്റ്, പിന്നക്കിൾ ഓഫ് ലൈഫ് എന്ന് എനിക്ക് തോന്നുന്നു. അത് ആ ഒരു പ്രാപ്തി സിദ്ധിക്കട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അന്നാള് ഞാൻ നിന്നെ തിന്നില്ല, ആ പക്ഷേ ഒരു ദിവസം ഞാൻ നിന്നെ തിന്നും. കാട്ടിച്ച് ഞാൻ തിന്നും, ഉറപ്പാ. എനിക്ക് സ്നേഹം വന്നോണ്ടല്ലോ ഞാൻ കാട്ടിച്ചിങ് എടുക്കും. ഞാൻ എന്റെ സ്വഭാവം നിനക്ക് അറിഞ്ഞൂടാ. എന്റെ അച്ഛൻ ഇതേമായി തന്നെ. അതേടാ, കാട്ടിച്ച് തിന്നുറ ഞാൻ. അതാണ് കടിക്കൂ. അതെ, അതാണ് നല്ലോണം കടിക്കും. അതാണ് സ്നേഹം വന്നാ കടിക്കും ഞാൻ കൊട്ടിച്ച് തിന്നു ഞാൻ. സ്നേഹം മൂത്താ കടിക്കും. ആ അതെ, കടിച്ചാ പിന്നെ നിർത്തൂല. ആ അത് ഞാനിപ്പോ അങ്ങനെ എനിക്ക് ഇറങ്ങി വരാൻ പറ്റില്ല. അതുകൊണ്ടല്ലേ കടിച്ചത്. ചക്കര ഓ നീ കലക്കി. താങ്ക് യു ചേട്ടാ. ഓ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചേട്ടനല്ലേ? ഇല്ല മക്കളെ, ഇനി അവൻ മോളെ, കുഴപ്പമില്ല. എടാ നിന്നെ ഞങ്ങൾ ഇത്രയും സത്യസന്ധനാക്കി വെച്ചപ്പോ ആ സത്യസന്ധമായ ആ വിളി ഒന്ന് കേക്കട്ടെ മാമാന്ന്. വിളിക്കറിച്ചു എന്റെ സത്യസന്ധ മാമാ. ഞാൻ ഒരുപാട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടാണ്. മോൻസിത്താര സാറല്ലേ മ്യൂസിക് ചെയ്തിരിക്കുന്നത്? അതെ, മോൻസിത്താര സാറ് തന്നെ ദാസാറ് പാടിയ പാട്ട്. അത് കുറേ നാൾക്ക് ശേഷം ഇവിടെ കേട്ടപ്പോ, അത് റിച്ചുകുട്ടൻ പാടി കേട്ടപ്പോ, അത് ഗംഭീരമായിട്ട് പാടി കേട്ടപ്പോ, എനിക്കിങ്ങനെ എന്താ പറയണ്ടേ, എനിക്ക് സീറ്റിലിരിക്കാൻ തോന്നിയില്ല. അങ്ങനെ അത്ര സന്തോഷം. റോ ആയിരുന്നു. രോമാഞ്ചം. ആ മക്കളെ, റോമാഞ്ചായിരുന്നു. അതറിഞ്ഞില്ലേ നീ? റോമാഞ്ചം പേരൊക്കെ മാറി വേറെ പേര് രോമാഞ്ചല്ല, മൈക്ക് ഇങ്ങനെ വൈ. 7 മണി ആ അത് തന്നെ. 7 മണി ഫ്ലൈറ്റ്. അത് തന്നെ ചക്കരക്കാരൊക്കെ. അത് ഫ്ലൂട്ടാ എടാ, അത് ഫ്ലൂട്ട് വായിക്കുന്ന അതൊരു അല്ല നേരത്തെ ഒരു ഞെട്ടല് കേട്ടില്ലേ? കാത്തിരിപ്പ് കൺമണി പാടിയപ്പോ ഒരു ഞെട്ടല് കഴിച്ചില്ലേ? അതേപോലത്തെ ഒരു ഞെട്ടലും കൂടെ കൊടുത്തേ ഇങ്ങനെ.
നമ്മള് ചങ്കല്ലേടാ, എന്താടാ എന്നെ കളിയാക്കുന്നത് ഇങ്ങനെ? നമ്മൾ ചങ്കല്ലേ? അറിഞ്ഞോടല്ലോ ചേച്ചിനെ കളിയാക്കുന്നതാണെന്ന്. ശരിയല്ലേ? ഓക്കെ, സൂപ്പർ ചക്കരെ, സൂപ്പർ. താങ്ക് യു. അപ്പൊ ഒരു ചക്കര ഗ്രേഡ് ആ പിന്നെ ചക്കര മാമൻ തരും. ഒരു ഏ ചക്കര, 2 ചക്കര, 3 ചക്കര. റിച്ചു is going to be awarded a triple wow today. പൂക്കുറ്റി. എന്ത് പൂക്കുറ്റി വേണം? പറഞ്ഞോ. വെളുത്തുള്ളി. ആ, വെളുത്തുള്ളി പൂക്കുറ്റി. Congratulations, you are awarded triple wow. Thank you. Wow. Wow. And wow. Wow. കണ്ണടച്ച് കാണിക്കുന്ന നീ പോടാ. അവൻ നേരത്തെ അനുസരിച്ചെടുത്ത് ഇങ്ങനെയൊക്കെ. ഇപ്പൊ ശരി. ബൈ 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 ടാറ്റാ. ഓ, ബൈ ഫോർ മീ മാൻ. ബൈ ബൈ. എല്ലാവർക്കും ഹാപ്പി ദിവാലി. ഒന്ന് കൈയടിച്ച് കേൾക്കാമേ പാട്ട്? പട്ടാസ് ചുട്ട് ചുട്ട് പോടട്ടുമാ, മത്താപ്പു ചേല കെട്ടി ആടട്ടുമാ, സിത്താട ചിട്ട് തനുമാ. പട്ടാസ് ചുട്ട് ചുട്ട് പോടട്ടുമാ, മത്താപ്പു ചേല കെട്ടി ആടട്ടുമാ, സിത്താട ചിട്ട് തനുമാ. ദീപിലിക്ക് ദീപിലി എണ്ണ തേച്ച നീ കുളിയ പാട്ട് சொன்ன வைத்தியா கேட்டு வந்த பைங்கிளி. பட்டாசு சுட்டு சுட்டு போடட்டுமா, மத்தாப்பு சேல கட்டி ஆடட்டுமா, சித்தாட சிட்டு தனுமா. இந்த ஊர் முழுக்க சத்தம் தாவலிக்க, இந்த நாள் முழுக்க இன்பம் தேடுங்க. மாமி நல்லவங்க, தூர சொந்தமங்க, காது வந்தவங்க வெடி போடுங்க. அத்தை செஞ்ச மைசூர் பாக் சுத்தியில் கொண்டு தட்டட்டா, சுத்தியில் பட்டது குப்பையில் கொட்டட்டா. என்னென்ன செய்தாலும் என்னென்ன சொன்னாலும் வாழ்க்கையே புஸ்வானா டோய் டோய் டோய். நேற்று என்பது எட்டில் உள்ளது, நாளை என்பது பொய்யடா, இன்று ஒன்று நீயடா. பட்டாசு சுட்டு சுட்டு போடட்டுமா, மத்தாப்பு சேலை கட்டி ஆடட்டுமா, சித்தாட சிட்டு தானம்மா. பட்டாசு சுட்டு சுட்டு போடட்டுமா, மத்தாப்பு சேலை கட்டி ஆடட்டுமா, சித்தாட சிட்டு தானம்மா. தீபிலிக்கு தீபிலி என்ன தேச்ச நீ குளிய பாட்டு சொன்ன வைத்தியம் கேட்டு நின்ன பைங்கிளி. மத்தாப்ப சுட்டு சுட்டு போடட்டுமா, மத்தாப்பு சேல கட்டி ஆடட்டுமா, சித்தாட சிட்டு தானம்மா. ഇന്നത്തെ ദിവസത്തിനൊരു വലിയ പ്രത്യേകതയുണ്ട്. വേറൊന്നുമല്ല, നമ്മളെല്ലാം ആരാധിക്കുന്ന, നമ്മളെല്ലാം ബഹുമാനിക്കുന്ന നമ്മുടെ ടോപ്പ് ബാൻഡിലെ 2 വ്യക്തികളുടെ
ബർത്ത്ഡേ ആണ്. ഒന്ന് നമ്മുടെ വലിയ ഫ്രാൻസിസ് വലിയേട്ടൻ. 2 10-12 വാദ്യോപകരണങ്ങൾ വായിക്കാൻ അറിയാവുന്ന രഘുത്തമൻ. രണ്ടുപേരെയും ആദരപൂർവം സ്നേഹപൂർവം ഞാൻ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വളരെ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. കാരണം ഇപ്പം വേറൊന്നുമല്ല, ഞാൻ വയസ്സൊന്നും ഞാൻ ചോദിക്കുന്നില്ല. കാരണം വയസ്സ് ചോദിച്ചു കഴിഞ്ഞാൽ കള്ളമേ പറയുമെന്ന് നമുക്കറിയാം. അപ്പോൾ എന്തായാലും രഘുവിനും ഫ്രാൻസിസിനും ദൈവം ദീർഘായുസ് നൽകട്ടെ. ആരോഗ്യ സൗഖ്യത്തോടുകൂടി ഒരുപാട് നാളുകൾ ഇങ്ങനെ നമുക്ക് ഒരുമിച്ച് തുടരാനുള്ള ഭാഗ്യം ദൈവം തരട്ടെ, നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്കൊരു ഹാപ്പി ബർത്ത്ഡേ പാടുണ്ട്. റെഡി? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ ഫ്രാൻസിസ് and Raghu, happy birthday to you, happy birthday to you, happy birthday to you, happy birthday dear Francis and Raghu, happy birthday to you. ചെറിയൊരു ആദരിക്കൽ ചടങ്ങുകളുണ്ട്. ടോപ്പ് ബാൻഡിൽ എല്ലാവരും ഒന്ന് വന്നാൽ. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ കുടുംബത്തിലെ ഏറ്റവും തലമൂത്ത ആളാണ്, അതായത് കാരണവരാണ് ദാ ഈ ഫ്രാൻസിസ് ഏട്ടൻ. ഞാൻ ഫ്രാൻസിസ് എന്ന് വിളിക്കുന്നുള്ളൂ, കാണുമ്പോൾ തൊട്ട് എൻ്റെ ഫ്രാൻസിയാണ്. സ്വഭാവത്തിലായാലും വായിക്കുന്നതിലായാലും എല്ലാത്തിലും ഒരു ടോട്ടൽ പെർഫെക്ഷനുള്ള ഒരു ജെന്റിൽമാനാണ്. അപ്പോൾ അതിനകത്ത് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഒരുപാട് സംസാരിക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് ഒരാൾക്കാരെ കുറിച്ച് മോശം പറയുകയോ നല്ലത് പറയുകയോ അങ്ങനൊന്നുമില്ല. ഉള്ളതുപോലെ പറയുന്ന ഒരു മാന്യനായ ഒരു നല്ല ശുദ്ധ മനസ്സിൻ്റെ ഉടമയാണ് ഈ ഫ്രാൻസി, ഞങ്ങളുടെ ഫ്രാൻസി. ഫ്രാൻസിസിന് ടോപ്പ് സിംഗറിൻ്റെ ഒരു ഉപഹാരം, ഫ്ലവേഴ്സ് ടിവിയുടെ ഒരു ഉപഹാരം, ദാ ഒരു പൊന്നാട. പറയണ്ടേന്ന് എനിക്കറിയില്ല. എല്ലാവർക്കും നന്ദി. പ്രത്യേകിച്ച് ഇതിൻ്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന സിന്ധുവിനും പിന്നെ അണിയറ പ്രവർത്തകരായ ക്യാമറാമാനും ഇവിടെയുള്ള ലൈറ്റ് ബോയ്സ് എല്ലാവർക്കും, ടോട്ടലി എല്ലാവർക്കും, അതുപോലെ നമ്മളുടെ ജഡ്ജസിനും എൻ്റെ നന്ദി പറഞ്ഞുകൊള്ളുന്നു. എത്രയോ വർഷം മുമ്പേ ഞാൻ ആദ്യമായിട്ട് കൊച്ചിയിൽ റെക്കോർഡ് ചെയ്യാനായിട്ട് വരുമ്പോൾ എൻ്റെ ഓർമ്മ CAC സ്റ്റുഡിയോയിലാണെന്ന് തോന്നുന്നു. അന്നാണ് ആദ്യമായിട്ട് ഫ്രാൻസ് ഏട്ടനെ കാണാനായിട്ടുള്ള ഭാഗ്യം ഉണ്ടായിട്ടുള്ളത്. അന്ന് മുതൽ ഇന്ന് വരെയും ഒരേ രീതിയിലാണ് എൻ്റെ അടുത്തുള്ള സ്നേഹം. അതുപോലെ എനിക്കും നിരന്തരം നിറഞ്ഞ സ്നേഹമാണ് ഫ്രാൻസ് ഏട്ടനായിട്ട്. അപ്പോൾ ഫ്രാൻസ് ഏട്ടന് ആയുരാരോഗ്യ സൗഖ്യം ഈശ്വരൻ കൊടുക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹാപ്പി ബർത്ത്ഡേ. रंगी परोड़ आवी खुशियों संगे लावी हर खाए हयो हाय हाय रंगी परोड़ आवी खुशियों
संगे लावी हर खाए हय्यू हाय हाय आशानी किरणों बिखराए उमंग भी छलकाए मन हळवे थी गुनगुनाए हाय 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 हो लावी रंगी परोड़ आवी खुशियों संगे लावी हर खाए हय्यू हाय 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 हाँ मजा है जिंदगी नशा है जिंदगी धीरे धीरे चढ़ेगी हाँ दुआ दे जिंदगी बता दे जिंदगी जी 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 बाजे रे बाजे रे बाजे रे बाजे रे ढोल बाजे इसके बोल आंखें इसकी गोल 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 तो ढम ढम बाजे ढोल ढम 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 बाजे ढोल ढम 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 ढोल बाजे बाजे रे ढोल बाजे ढम 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 ढोल बाजे बाजे रे ढोल बाजे ढम 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 ढोल बाजे बाजे रे बाजे ढम 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 ढोल बाजे बाजे रे ढोल बाजे ढम ढम അനു ചേച്ചി ടോപ്പ് സിംഗറിലെ ബെസ്റ്റ് പെർഫോമർ ഓഫ് ദ ഡേ ആരാണ്? എന്റെ ലിറ്റിൽ ഗോഡ് ഋതു രാജ. വെൽക്കം റിച്ചുകുട്ടൻ ഓൺ സ്റ്റേജ്.